നശിച്ച മഴ. കുമാരടേ, സുങ്കടാപ്പി നീയാ? സുങ്കടാപ്പിയാ? ക്ലാസ് ഒന്നും ഇല്ലായിരുന്ന ഇത്? ഞായറാഴ്ച ആര് വെച്ചേക്കുന്ന ക്ലാസ്? എന്നാ ഒരു ഗ്ലാസ് ചായ ഇട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ കുടിച്ചിട്ട് ഇറങ്ങിക്കൂടെ മാമ? അല്ലെങ്കിൽ വരുന്ന വഴി എത്ര ചായക്കടയുണ്ട്? തർക്കുറുത്തരം പറയുന്നു. പോയി ചായ ഇടവരും. എനിക്കും പുഷ്പ തള്ളയുടെ തനി എക്സാക്ട് എക്സ്റേ അല്ലേ? തള്ള ഒന്നുകൂടെ ജനിച്ചതാ എന്റെ സൗര്യം കളയാൻ. ഇവളെ ബസ് സ്റ്റോപ്പിൽ കണ്ടവരുണ്ടത്രേ. അത് ബസ് കയറാൻ നിക്കുന്നത് കോളേജിൽ പോവാനാടാ. കൂടെ ആൺപിള്ളേരും ഉണ്ടത്രേ. എടാ കോളേജ് ആവുമ്പോ ആൺപിള്ളേരും പെൺപിള്ളേരും കാണത്തില്ലേ? അവർക്ക് ബസ് കയറി പോണ്ടേ? സ്ഥിര ഒരുത്തം ഉണ്ടത്രേ. സ്ഥിരവോ? ഈ പരിസരത്തുള്ള ഏതെങ്കിലും പയ്യനായിരിക്കും ഒരുമിച്ച് പോയി വരാനും ഒക്കെ ആയിട്ടെ കോളേജില്. ഇവന് ഞാൻ ഉദ്ദേശിക്കണ മനസ്സിലാവുള്ളൂ. എന്നാലും ഇത് ഏത് പയ്യൻ? ഇവളെ ഇങ്ങനെ നിർത്തിയാ മതിയാ, കെട്ടിച്ച് വിടണ്ടേ? വളർന്ന് ഞാൻ കണ്ടപ്പോ ഇത്രേ ഉള്ളായിരുന്നു, പെട്ടെന്ന് ഇങ്ങനായി. നീ എന്തോടെ കരയ്ക്ക് കൊടുത്ത? ഏതെങ്കിലും നല്ല പയ്യനെ നോക്കി കെട്ടിക്കണം. കുടുംബക്കാരുടെ അടുത്ത് ചോദിച്ചു തുടങ്ങി. ഇനി താഴെ ഒരുത്തനും കൂടെ നിപ്പിയില്ലേ? അവളുടെ തന്ത ഞാനല്ലേ, പിന്നെ ഈ കുടുംബക്കാരെല്ലാം നിന്റെ അടുത്ത് ചോദിക്കുന്ന എന്തിനി? പക്ഷെ എല്ലാ കുടുംബവും നോക്കുന്നത് ഞാനല്ലേടാ. ശരിയാ, എല്ലാ കുടുംബത്തിലും പോയി എത്തി നോക്കുന്നത് നീ തന്നെ. അതെ 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 അതെ. മാമ മനു ഇല്ലേ? മനു അവൻ കുളിക്കുവാ. അവൻ കുളിക്കുന്നു. നീ കേറ്. വിനയം കണ്ട് തെറ്റിയിരിക്കണ്ട ഉടായിപ്പ. പെങ്കൊച്ചുള്ള വീട്ടിലാണ് കണ്ടം പോലെ പിടിച്ച് കയറ്റുന്നു. എടാ ഇത് മനുവിന്റെ കൂട്ടുകാരനാണ്. മനുവിന്റെ കൂട്ട് വെട്ടണം. കൂട്ടുകാരനെ വെട്ടാൻ അച്ഛാ, എനിക്കിന്ന് ത്രെഡ് ചെയ്യാൻ പോണ, പിന്നെ പറഞ്ഞില്ലെന്ന് പറയരുത്. എപ്പ പറഞ്ഞു? ഇപ്പൊ പറഞ്ഞില്ലേ? ശരിയാണല്ലോ. ചായ എന്തിയെ? പോന്ന വഴിക്ക് ഏതെങ്കിലും കടയിൽ കയറി ഞാൻ കുടിച്ചോ. അച്ഛനോ? അച്ഛനും വേണമെങ്കിൽ പൊക്കോ. ഇവളെ ഇന്ന് തന്നെ കെട്ടിക്കണം. കെട്ടിക്കാനോ? നീ നല്ല സമ്മതം ഉണ്ടേ പറയടാ. നമ്മുടെ മൂക്കട്ട കടവില് വളങ്കടി മനോജിന്റെ മോനുണ്ട്. പുഴുക്കടി നന്ദു, സ്കിൻ ഡോക്ടറാ. കേട്ടിട്ട് തന്നെ ചൊറിയുന്നു. എനിക്കും. നിനക്കിപ്പോ കേട്ടണോ? വേണ്ട, ഇവര് അതെ, അവക്കിപ്പോ കേട്ടാൻ താല്പര്യമില്ല. മോനെ വലിയ കുടുംബം, പുഴുക്കടി. എന്നായിരുന്നു ചൊറി? കുമാര, ഇവിടെ കുടുംബാരി സംസാരിക്കാൻ നമ്മളുണ്ട്. അവന്റെ അടുത്ത് മിണ്ടായിരിക്കാൻ പറയടാ. എഴുന്നേക്കടോ കുമാര, എഴുന്നേക്കടോ. കുമാര, അവൻ പറഞ്ഞത് കേട്ടാ? എനിക്കെടോ ഒന്ന്. കുമാരേ, താൻ ഇനി വിട്ടിരുന്നാ തന്നെ ഞാൻ അടിക്കും. കുമാരേ, എനിറ്റോ അവ അടിക്കും. തന്തയാണ്ട എന്നെ അടിക്കാത്ത ഒരു ദിവസം കൈവരെ പൊങ്ങി. ഞാൻ പോയിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട്. ഇനി അച്ഛനോട് മേല ഇമാതിരി കുടുംബ കീടണുക്കളെ വീട്ടിൽ വിളിച്ച് കേറ്റിയ കേട്ടല്ലേ? താങ്ക്സ് മോനെ. പോടോ, ഞാൻ തട്ടോടെ കാണും. ബൈ. ആടാ പോ. നമ്മളെ പഠിപ്പിച്ച ശ്യാമള സാറും മോളും ഇല്ലേ, അവര് വീട് മാറി എന്റെ വീടിന്റെ അടുത്ത് താമസമായിട്ടുണ്ട്. ഹലോ ഹലോ. എന്താടാ? ശ്യാമള സാറിന്റെ പല്ല് പോലും തേച്ചില്ലല്ലേ? ഇല്ല. മോളെവിടെ? നീ എന്തിനാ വന്നത്? അവള് സ്കൂളിൽ പഠിക്കുമ്പോ ഞാൻ അവളുടെ സൂപ്പർ സീനിയർ ആയിരുന്നു. എടാ, നീ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ അവൾ LKG സൂപ്പർ. വാ മോളെ വിളിക്കേ. ആരാ? മനസ്സിലായില്ല. അയ്യോ, സാറിന് ഞങ്ങളെ മനസ്സിലായില്ലേ? സാറ് പഠിപ്പിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആണ് ഞങ്ങള്, സാറിന്റെ ഫേവറേറ്റ് സ്റ്റുഡൻസ്. നിങ്ങളെ അങ്ങോട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ലല്ലോ. ഓർമ്മയില്ലെന്നോ? പണ്ട് നമ്മള് പഠിച്ചത് ഓർമ്മയില്ലെന്നും പറഞ്ഞ് ചന്തിക്കിട്ട് അടിക്കുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ സാറിനൊന്നും ഓർമ്മയില്ലെന്ന്. നിങ്ങളോക്കെ, പക്ഷെ ഇദ്ദേഹത്തെയൊക്കെ ഞാൻ പഠിപ്പിച്ചെന്ന് വെച്ചാ എന്റെ പ്രായം വരുമല്ലോ ഈ പുള്ളിക്ക്. ശരിയാ, നീ ഏജ് ഓവർ ആയിട്ടാ. ഇതിനും കാരണം സാറാ. ഞാനോ? പണ്ട് സ്കൂളിൽ പഠിച്ചപ്പോ ഇത്തിരി പൂട വന്നപ്പോ എന്നും അടിച്ചോണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പഠിച്ചുണ്ടായതാ ഇത്രയും. മോളെ വിളി. എന്റെ മോളല്ലോ, അങ്ങേരടുത്ത് പറ. സാറേ ഇച്ചിരി വെള്ളം കിട്ടു കുടിക്കാൻ. മോളെ പ്രിയ, ഒരു കുപ്പി വെള്ളം എടുത്തോണ്ട് വാ. ഈ മുതുക്ക് എന്തോ കാണിക്കുന്നത്? വെള്ളം. എന്നെ മനസ്സിലായോ? പഠിച്ചപ്പോ സ്കൂളിൽ വരാന്തേ. സാർ എന്നെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ടോ 2ാം ക്ലാസ്സിൽ? നീ വല്ല ടീച്ചർമാരെ നോക്കണേ. എന്നെ മനസ്സിലായോ? നമ്മള് നിർത്തണോ? കൊറേ നേരം കുതിരട്ട പപ്പുനെ പോലെ വെള്ളം വെള്ളം. വെള്ളം ഇങ്ങനത്തെ സാർ. അല്ല, നീ എന്ത് ചെയ്യുന്നു? ഞാൻ മെറിറ്റിൽ സീറ്റ് ഇട്ടാത്തോണ്ട് ഡിമെറിറ്റ് ആയി പോയി സാറേ. ഇനി അടുത്ത ഇവന്റെ അടുത്ത് ചോദിക്കും. സ്കൂളിലും അങ്ങനെ ആയിരുന്നല്ലോ. ഞാൻ പഠിച്ചില്ല സാറേ, എനിക്ക് അറിഞ്ഞൂടാ. അവരുടെ അടുത്ത് വരും. പഠിക്കുന്നില്ലേ?
ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാറും സാറിന്റെ തന്നെ. ആ പിള്ളേരെ പറ്റിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? ഏ അല്ല, പിള്ളേരെ പഠിപ്പിച്ച് കുറെ ഉണ്ടാക്കിയല്ലേ? ആ നിന്നെ എനിക്ക് ഓർമ്മ വന്നു. ആ അത് പറ. പണ്ട് 3ാം ക്ലാസ്സിൽ നിക്കറി അപ്പി ഇട്ടിട്ട് നിന്നെ എന്റെ സ്റ്റാഫ് റൂമിലല്ലേ കൊണ്ടുവന്ന് നിർത്തിയത് നിക്കറ് മാറ്റാൻ. ഇളക്കമായിട്ടും പഠിക്കാൻ വന്ന ബ്രില്യൻ സ്റ്റുഡന്റ് ആയിരുന്നു. എനിക്കുണ്ട പൊക്കോ. ശരി സാർ, എന്നാ ഞാനങ്ങോട്ട്. നീ വേണ്ട സാറേ. നീ PT പീരീഡ് കളിച്ചപ്പോ നിക്കറ് കീറിയിട്ട് ഗ്രൗണ്ടിൽ കൂടെ ജെറ്റ് ഇടാണ്ട് ഓടിയോനല്ലടാ നീ. ഇയാൾക്ക് വേറെ ഒന്നും ഓർമ്മയില്ല. അന്നെന്റെ പ്രാരാബ്ദം കാരണം എനിക്കൊന്നും മേടിക്കാൻ പറ്റിയില്ല. നിന്നെ എന്നെ ഓർമ്മ വരാൻ ചാൻസ് ഇല്ല. ആ അതാ എനിക്ക് നിന്നെ ഓർമ്മയില്ല. ചിലപ്പോ എന്റെ അച്ഛൻ പഠിപ്പിച്ചായിരിക്കും നിന്നെ. തലമുറ നോക്കി കയറി കേട്ടാ. ശരി എന്നാ, നമ്മള് ഇവിടെ തന്നെ ഉള്ള എന്തെങ്കിലും പ്രശ്നം വിളിച്ചാൽ ആ ചെല്ലി. ഓക്കെ. അപ്പൊ ആദ്യം പെണ്ണ് കണ്ട കുട്ടിയെ തന്നെ നീ ഉറപ്പിച്ചു. യെസ്, FDFP ലോക്ക്ഡ്. എന്ന് വെച്ചാ ഫസ്റ്റ് ഡേ ഫസ്റ്റ് പെണ്ണ് ലോക്ക്ഡ്. പക്ഷെ ആ പെണ്ണ് ലോക്ക് ആക്കിയിട്ടുണ്ടോ നമുക്ക് ഉറപ്പില്ല. ഉറപ്പാക്കാൻ എന്തോന്നു, എന്റെ മോനല്ലേ, അവൻ ആർക്കടാ ഇഷ്ടമല്ലാത്ത? മച്ചാനെ ആർക്കാണ് ഇഷ്ടമല്ലാത്ത? ആർക്ക് ആർക്കാ? ആർക്കാ ആർക്കാടാ അവന് ഇഷ്ടമല്ലാത്ത? അച്ഛാ അതല്ല, ആർക്കാണ് ഇഷ്ടമല്ലാത്തന്ന് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അതുകൊണ്ടായിരിക്കും കണ്ട വീട്ടിൽ പോയി കണ്ട പെണ്ണുങ്ങളെ പെണ്ണ് കാണേണ്ടി വന്നത്. മഹിഡ്ര മഹീന്ദ്രേ മതിടാ, എനിക്ക് ലവ് മാരേജിനോട് താല്പര്യമില്ലാത്തോണ്ടാ. അല്ലാതെ ലവ് ചെയ്യാൻ പെണ്ണില്ലാത്തോണ്ടല്ല. യുവി സോറി, ആ ഫ്ലോയിൽ വന്നതാ. അതേപോലെ പോ. അപ്പൊ അച്ഛ പെണ്ണ് ഫ്ലാറ്റ്. ഫ്ലാറ്റാ? പെണ്ണിന് 2 വീടുണ്ടെന്നാണല്ലോ അവര് പറഞ്ഞത്. അച്ഛ പെണ്ണ് വീണെന്ന് ഇവനെ കണ്ടിട്ട് ഇതാര് പടച്ചിട്ട് കഴിഞ്ഞ? ഞാനല്ല എന്റെ അപ്പൂപ്പനാ. അല്ല, എന്തുകൊണ്ടാണ് നിനക്ക് ഈ പെണ്ണിന് ഇഷ്ടമായത്? അതൊരു പെണ്ണായോണ്ട്, അല്ലാതെ എന്ത് കണ്ട് ഇവനൊക്കെ ഇഷ്ടപ്പെടാൻ. മാഹി മച്ച ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ? പറഞ്ഞു കൊടു മച്ചാ. പെണ്ണായിട്ട് തന്നെ അച്ഛ. യുവി അല്ല മച്ച, എന്ത് കണ്ടിട്ട് ഇഷ്ടപ്പെടാൻ? എടാ അവളുടെ കൂമ്പില്ലേ? കൂമ്പൊന്നും തിന്നാതന്നില്ല. ഉച്ചക്ക് കഴിച്ച മെഴുക്കുരുട്ടിയാണോ? അതല്ല, അവ മുടിക്കെന്തോ പറയില്ലേ നമ്മള്? അവളുടെ കൂന്താലി. കൂന്താലി. കൂന്താലി അല്ലടാ, മൺവെട്ടി. എടാ കൂന്തലി. കൂന്തല്. ആ. അതാണ് എനിക്ക് ഇഷ്ടമായത്. കൂന്തലി ഞാൻ. ആ പെണ്ണിന്റെ വീട്ടിൽ നിന്നാ. ഇത്ര ധൃതിയോ അവക്ക്? 2 ദിവസം കഴിഞ്ഞ് മതി കല്യാണം പറഞ്ഞേക്കച്ചാ. എന്റെ യുവി. അതെന്ത് പറ്റി? നിങ്ങള് തെളിച്ച് പറ. മതി പ്രേമിച്ചത് നോക്കവിടെ. ഹലോ മോനെ യുവരാജേ, എന്താച്ചാ? നീ ചോദിച്ചില്ലേ ഇവനെ ആർക്കാ ഇഷ്ടാവാത്തേന്ന്? ആർക്കാ? അവക്ക. അവക്കാന്ന്. അവക്ക് ഇവന് ഇഷ്ടായിട്ടില്ലെന്ന്. നിന്റെ FTF അവക്ക് ഇഷ്ടായിട്ടില്ല, അതാ ഇപ്പൊ നെഗറ്റീവ് റിവ്യൂ ഒന്നേ. അവക്ക് എന്നെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായെന്നുള്ള മച്ച പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അവള് പിന്നെ മച്ചാനെ നോക്കി കാണും മച്ച. ആ 2 തവണ നോക്കിയ ഫ്ലോപ്പാണ് നീ. ആ കുട്ടിക്ക് ഇവന്റെ സംസാരവും പെരുമാറ്റവും എന്തോ ഇഷ്ടമായിട്ടില്ലെന്നാണ് പറഞ്ഞത്. ഈ കൂന്തലിന്റെ കാര്യം നീ അവളടുത്ത് പറഞ്ഞ? ഇല്ല, ഞാൻ നോക്കിയതേ ഉള്ളതാ. ഇങ്ങനെ വേറെ എവിടെയെങ്കിലും നോക്കിയാ? ഇല്ല, നോക്കിയിട്ടില്ല. അച്ഛൻ നോക്കിയിട്ടില്ല. നീ എന്തൊക്കെയാ പറഞ്ഞേ? അച്ഛനോട് പറ. ഞാൻ കൊറേ വിറ്റൊക്കെ അടിച്ചു. അവൾ അതിന് ഭയങ്കര ചിരിയായിരുന്നു. ഒന്നാമത്തെ വിറ്റ് പറഞ്ഞേ മച്ച. ഒന്നാമത്തെ വിറ്റ് അച്ഛനെ പോലെ മോക്കും മീശയുണ്ടല്ലോ. ഒന്നാം വിറ്റ് കേട്ടപ്പോ തന്നെ പെണ്ണ് കിണ്ടാണ്ടടിച്ച് പൊട്ടിക്കണ്ടേ? നീ 2ാമത്തെ വിറ്റ് പറഞ്ഞേ. 2ാമത്തെ വിറ്റ് എനിക്ക് സ്ത്രീധനം വേണ്ട, സ്ത്രീയും ധനവും വെവ്വേറെ മതി, കൂടുതൽ ഡിഫൻഡർ കാറൂന്ന്. അവളത് അല്പം ചിരിച്ചായിരുന്നു കേട്ടോ കുട്ടി. 3ാമത്തെ വിറ്റ് പറ. 3ാമത്തെ ഉഗ്രം വിറ്റായിരുന്നു. എന്താ അത്? ചുണ്ടിലെന്താ പെയിന്റ് അടിച്ച് വെച്ചേക്കുന്നോന്ന്, ലിപ്സ്റ്റിക്. ഇതാണ് റീസൺ. കേരളത്തിലെ പെൺപിള്ളേരടുത്ത് ഒരിക്കലും ലിപ്സ്റ്റിക്കിനെ പറ്റി പറയരുത്. എന്താ കേട്ടിട്ടില്ലേ? ഫ്രീഡം ഓഫ് ലിപ്, ഫ്രീഡം ഓഫ് ഷെയ്ഡ്, ഫ്രീഡം ഓഫ് അപ്ലൈങ്, ഫ്രീഡം ഓഫ്. മഹിവാടാ, യുവി റൈസ് ആവല്ലേ? നല്ല തമാശകളായിരുന്നല്ലോ. ഇങ്ങേർക്ക് പെണ്ണുകൊടുത്ത് വീട്ടുകാരെ വേണം ആദ്യം അടിക്കാൻ.